ഹായ് ഡിയേഴ്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കെവിൻ ആണെങ്കിൽ നന്ദനെ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ട കാര്യം ഇസബല്ലയോട് വന്ന് പറയുന്നുണ്ട്. ഇസബല്ലയാണെങ്കിൽ ചോദിക്കാനുണ്ട്, അതൊരിക്കലും നടക്കില്ലല്ലോ കെവിനെ, അങ്ങനെയൊന്നും നന്ദനെ കാണാൻ നമുക്ക് കഴിയില്ല. കാരണം ഇപ്പം നന്ദൻ അവരുടെ കസ്റ്റഡിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നന്ദനെ അവരിങ്ങനെ പുറത്തൊന്നും ഇറക്കി വിടാനുള്ള ഒരു വഴിയുമില്ലല്ലോ. പിന്നെ നീ ആരെയാണ് കണ്ടത് എന്ന് ഇസബല്ല ചോദിക്കുന്നുണ്ട്. അപ്പോൾ കെവിൻ പറയുന്നുണ്ട്, ഇല്ല ഇസബല്ല, ഞാൻ കണ്ടത് നന്ദനെ തന്നെയാണ്, എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ടത്. ഞാനാണെങ്കിൽ ഈ കാര്യം നമ്മുടെ പ്രഭാവതി അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും അമ്മയുടെ റിയാക്ഷൻ ഇങ്ങനെ തന്നെയായിരുന്നു. തൻ്റെ മകനെ ഇത്രയും കാലം കാണാൻ വേണ്ടിയിട്ട് അമ്മ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും നന്ദൻ അവിടെ വിട്ടുപോയിട്ട് കുറച്ച് ദിവസമായല്ലോ. അവർക്ക് അത് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇസബല്ല ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം ദേവിയെ ഒളിപ്പിച്ച് വെച്ച കാര്യമൊന്നും പ്രഭാവതി അമ്മയ്ക്ക് അറിയാതെ പോയതായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ അവരിങ്ങനെ റിയാക്ഷൻ ഇടാനുള്ള കാര്യം. എന്തായാലും നന്ദൻ അവരുടെ കസ്റ്റഡിയിലല്ലെന്ന് ഉറപ്പിക്കാം, അതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ കെവിൻ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇസബല്ല. കാരണമെന്ന് വെച്ചാൽ ഇത്രയും നന്ദനെ ഇറക്കി വിടണമെങ്കിൽ ദേവിക അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നമ്മുടെ കണ്ണിൽ വെള്ളം പെട്ട് കഴിഞ്ഞാൽ നന്ദനെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോവുകയും നമ്മുടെ കസ്റ്റഡിയിലാക്കും എന്നുള്ള കാര്യം ദേവികയ്ക്കും കൂട്ടാളിയൊക്കെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും നന്ദനെ ഇങ്ങനെ പുറത്തുവിടില്ല. എനിക്ക് തോന്നുന്നത് നന്ദൻ ആരുടെയും കസ്റ്റഡിയിലായിരിക്കില്ല. നന്ദന് തോന്നിയത് കൊണ്ടേ ആയിരിക്കും നന്ദൻ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. എന്തായാലും ദേവിയും നന്ദനും ഒന്നിക്കാത്തത് കൊണ്ട് തന്നെ നന്ദനാണെങ്കിൽ ദേവിയുടെ കൂടെ നിൽക്കുകയില്ല. എന്തൊക്കെയോ ഇതിൽ മറ്റൊരാൾ ഇതിൽ ഇടപെടുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇസബല്ല എന്നൊക്കെ കെവിൻ പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യം നമുക്ക് ഋഷിയെ അറിയിച്ചേ മതിയാവൂ. ഋഷി എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഭാർഗവി നമ്മുടെ ദേവികയുടെ വീട്ടിലെത്തുന്നുണ്ട്. ദേവികയോട് പറയുന്നുണ്ട്, ഇത്രയും കാലമായിട്ടും നന്ദനെ ഒന്ന് അന്വേഷിക്കാൻ പോലും MLA ആയിട്ട് പോലും ഇവളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. ഇനി നന്ദമോനെ കിട്ടുന്നവരെ ഞാൻ ഈ വീട്ടിൽ ഇരിക്കാൻ പോവാം. ആ പാവം പ്രഭാവതി അമ്മയുടെ കണ്ണീര് കാണാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. നിങ്ങൾക്കെങ്കിലും മനസാക്ഷിയില്ലേ എന്നൊക്കെ ദേവികയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ് എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ദേവികയുടെ അച്ഛനാണെങ്കിൽ. എന്നതിന് ശേഷമാണെങ്കിൽ പ്രഭാവതി തൻ്റെ മകനെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും ആർക്കും ഇതിന് വയ്യെങ്കിൽ ഇതിൻ്റെ പണിക്ക് നിൽക്കണ്ട. എന്തായാലും എൻ്റെ മകനെ അന്വേഷിക്കണമെന്ന് എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ സിദ്ധു ആണെങ്കിൽ നമ്മുടെ ഹരിസാറിനെ വിവരം അറിയിക്കുന്നുണ്ട്. ഹരിസാർ പറയുന്നുണ്ട്, അവൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നവും. എന്തായാലും നന്ദൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ വീഡിയോ കോൾ ചെയ്ത് ഞാൻ അവളെ കാണിച്ചോളാം. ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യാൻ നീ പറഞ്ഞാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പ്രഭാവതിയോട് പറയുന്നുണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ, നീ ഇപ്പോൾ എവിടെയും പോവണ്ട. കാരണം എന്ന് വെച്ചാൽ നീ എന്തായാലും ഇവിടെ വീട്ടിലിരിക്കുക, ഞാനൊക്കെ ഇവിടെ അന്വേഷിക്കുകയാണ്. പക്ഷേ നീ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് കൊണ്ടൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പ്രഭാവതി പറയുന്നുണ്ട്, ഒരു 5 സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ ഇനി നിൽക്കില്ല. എൻ്റെ മകൻ എപ്പോഴാണോ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ മാത്രമേ ഇനി സിദ്ധു ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ. ഇത്രയും ദിവസമായിട്ട് സിദ്ധു ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സിദ്ധാർത്ഥനോട് നമ്മുടെ പ്രഭാവതിയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, അവൾ പറയുന്നതും ശരിയല്ലേ, ഒരമ്മയുടെ വേദന അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്. അപ്പോൾ പ്രഭാവതിക്കാണെങ്കിൽ നമ്മുടെ ഹരിസാറിൻ്റെ കോള് വരുന്നുണ്ട്. ഹരിസാറിൻ്റെ കോള് വന്നോടൻ തന്നെ നമ്മുടെ നന്ദനെ വീഡിയോ കോളിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പേടിക്കേണ്ട, നന്ദൻ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഇതിൽ ഹരിസാറിനെ പ്രഭാവതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രഭാവതിക്കാണെങ്കിൽ ഒരു ആശ്വാസമാകുന്നുണ്ട്, തൻ്റെ മകൻ ജീവനോടെ ഉണ്ടല്ലോ എന്നുള്ള ഇതിൽ പ്രഭാവതിയാണെങ്കിൽ ആശ്വസിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സിദ്ധുവിനെ കാണിച്ചു കൊടുക്കുമ്പോൾ സിദ്ധുവിനാണെങ്കിൽ വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധു നിങ്ങളൊന്നും പറയാൻ നിൽക്കുന്നത്, എന്താ നിങ്ങൾക്ക് ഈ കാര്യം മുമ്പേ അറിയാമായിരുന്നു? അതേ പ്രഭാവതി, നീ അറിയാത്ത മറ്റു കുറേ രഹസ്യങ്ങളുണ്ട്, അതെല്ലാം നിന്നോട് പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരുന്നത്. അത് നീ ആദ്യം മനസ്സിലാക്ക്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ പ്രഭാവതിയോട് പറയുന്നുണ്ട്. അതിനുശേഷം പ്രഭാവതി ആണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാതെ സിദ്ധു പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നന്ദനെ ആണെങ്കിൽ ആനന്ദും പിന്നെ നമ്മുടെ കൂട്ടാളികളെല്ലാം ഒരുമിച്ച് തന്നെ നന്ദനെ ഭയങ്കര സുരക്ഷിതമായിട്ട് ഇസബല്ലയുടെയും കെവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുത്ത് കൊണ്ടുവന്ന് അവരുടെ താവളത്തിൽ ഒളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അങ്ങനെ ദേവിക പറയുന്നുണ്ട്, സത്യം തെളിയുന്നവരെ നന്ദുവിനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയേ മതിയാവുള്ളൂ. സത്യം അവരെങ്ങനെയെങ്കിലും തെളിയിക്കാൻ ശ്രമിക്കുന്നതിനെ നന്ദുവിനെ ജയിലിലേക്ക് അയക്കാൻ എനിക്ക് സാധിക്കില്ല. എന്തായാലും സത്യം എന്താണെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയൂ എന്നുള്ളതൊക്കെ നമ്മുടെ ആനന്ദിനോട് പറയുന്നുണ്ട്. നമ്മുടെ ദേവികയാണെങ്കിൽ ദേവികയ്ക്ക് വേണ്ടി ആനന്ദാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദനെ രക്ഷിക്കാനുള്ള എല്ലാ പദ്ധതികളും അവരിടുന്നുണ്ട്. ഇനി എന്തായാലും അടുത്തൊരു എപ്പിസോഡ് അടിപൊളിയായിട്ട് വരും, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കൂ.